ഇത് ഞാൻ പറയാൻ പോകുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന ടോപ്പിക്കിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്കാണ്. മുൻപ് ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലേക്ക് വരാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ളത് പോലെ തന്നെ ആ ഡിപ്പാർട്ട്മെന്റ്സിലെല്ലാം ഡിഫറെൻറ്റ് ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളും ഉണ്ടായിരിക്കും. അതായത് മെഡിക്കൽ, നഴ്സിംഗ്, ക്ലറിക്കൽ, ടെക്നിക്കൽ, മെയിൻ്റനൻസ്, സർവീസ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഒരുപാട് സ്റ്റാഫ്സ് ആണ് ഉണ്ടായിരിക്കുക. ഈ സ്റ്റാഫിനെ എല്ലാം ഗൈഡ് ചെയ്യുകയും അവരെ സൂപ്പർവൈസ് ചെയ്യുകയും അവരുടെ വർക്ക് ഇവാലുവേറ്റ് ചെയ്യുകയും എല്ലാ ഡ്യൂട്ടീസും വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സ്റ്റാഫിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ അവരുടെ ഡ്യൂട്ടിയിൽ ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ്. പ്രധാനമായിട്ടും ഈ ഒരു ഫീൽഡിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സാലറി പാക്കേജാണ്. ഉയർന്ന സാലറിയാണ് ഈ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ വർക്ക് ചെയ്ത സ്റ്റാഫ്സിന് ഉണ്ടായിരിക്കുക. മാത്രമല്ല, നമ്മളുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് മാനേജറൽ പൊസിഷൻസിലേക്ക് എത്താനുള്ള ചാൻസസും കൂടുതലായി. ഏതൊക്കെ പൊസിഷൻസിലേക്കാണ് നമ്മൾക്ക് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. മാനേജർ ഓഫ് മെഡിക്കൽ ഫെസിലിറ്റി, നഴ്സിംഗ് ഹോം മാനേജർ, വെൽനസ് പ്രോഗ്രാം മാനേജർ, ഹെൽത്ത് കെയർ ഇൻഷുറൻസ് മാനേജർ, ഡയഗ്നോസ്റ്റിക്സ് ലബോറട്ടറി മാനേജർ, ഇൻഷുറൻസ് മാനേജർ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് മാനേജറിയൽ പൊസിഷൻസിലേക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിന് പ്രൊമോഷൻ ലഭിക്കാവുന്നതാണ്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ജോലി ഒരിക്കലും നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യേണ്ടി വരില്ല. ഡെയിലി ഡിഫറെൻറ്റ് ടാസ്ക്സ് ആയിരിക്കും നിങ്ങളെ തേടി വരുന്നത്. അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾക്ക് ബോറടിക്കാത്ത വിധത്തിൽ പല ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരമാണ് ഈ ഒരു പെർട്ടിക്കുലർ ജോലിയിലൂടെ നിങ്ങൾക്ക് നേടാൻ സാധിക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള ആൾക്കാരായിട്ടാണ് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ഒരു ജോലി ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടാത്ത രീതിയിലുള്ളതാണ്. മറ്റൊരു കാര്യവും ഈ ഒരു ജോലിയെ എഫക്റ്റ് ചെയ്യാറില്ല, അല്ലേ? കാരണം ഹോസ്പിറ്റൽ ഫീൽഡ് എന്ന് പറയുന്നത് അത്രയധികം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, ആവശ്യമുള്ള ഒരു ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോബ് ഡിമാൻഡ് ഒരിക്കലും കുറയുന്നില്ല. ഈ ഒരു ഇൻഡസ്ട്രി എക്സ്പാൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പെർട്ടിക്കുലർ ഫീൽഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഉയർന്ന പൊസിഷൻസിലേക്ക് എത്തുക എന്നുള്ളതല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഡിഫിക്കൽട്ടിയും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഈ ഒരു ഫീൽഡിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. ഇറ്റ്സ് മീ വൈഷ്ണവ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.